PostgreSQL Programming Lab. Dear students, today we will discuss about write a program block to calculate the electricity bill by accepting consumer number and unit consumed. So നമുക്കൊരു ഇലക്ട്രിസിറ്റി ബിൽ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതിൽ വേണ്ട കാര്യങ്ങൾ കൺസ്യൂമർ നമ്പറും അതുപോലെ യൂണിറ്റ്സ് കൺസ്യൂമറും റീഡ് ചെയ്യാം. അതിനുശേഷം എത്രയാണ് എമൗണ്ടിന് കിട്ടുക. നമുക്കിവിടെ കൺസ്യൂമർ നമ്പർ എന്ന് പറഞ്ഞ ഒരു കോളം അതുപോലെ യൂണിറ്റ് കൺസ്യൂമർ എന്ന കോളം ഉണ്ടായിരിക്കും. ദെൻ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു യൂണിറ്റിന് എത്രയാണ് പ്രൈസ്, ആ പ്രൈസ് ഇൻറ്റു യൂണിറ്റ് കൺസ്യൂംഡ്, ആ എമൗണ്ട് ആയിരിക്കും നമുക്ക് ടോട്ടൽ എമൗണ്ട് കിട്ടുക. ഓക്കെ, ആ എമൗണ്ട് നമുക്ക് പ്രിന്റ് ചെയ്ത് കാണിക്കാം. ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. ആ ടേബിളിൽ ഇതുപോലെ 3 കോളംസ് നമുക്ക് അലോട്ട് ചെയ്യുക. ഏതാ കൺസ്യൂമർ നമ്പർ, അതുപോലെ യൂണിറ്റ് കൺസ്യൂംഡ്, ദെൻ എമൗണ്ട്. ഇതൊരു പ്രൊസീജിയർ ലാംഗ്വേജ് ഉപയോഗിച്ചാൽ ചെയ്യേണ്ടത് PostgreSQL ഉപയോഗിച്ചിട്ട്. ഓക്കെ, PGSQL ഉപയോഗിച്ച് നമുക്ക് കൺസിഡർ ചെയ്യുക. സോ നമുക്കൊരു പ്രൊസീജിയർ എഴുതി ഉണ്ടാക്കണം. നമുക്ക് ആ പ്രൊസീജിയർ കോഡ് നമുക്ക് നോക്കാം. നമുക്ക് എഡിറ്റർ ഇവിടെ ഓപ്പൺ ചെയ്യാം. PostgreSQL ഷെൽ PSQL. ഓക്കെ, യൂസർ സർവർ ലോക്കൽ ഹോസ്റ്റ് ഡാറ്റാബേസ് പോസ്റ്റ്ഗ്രസ് പോർട്ട് നമ്പർ യൂസർ നെയിം ദെൻ പാസ്വേഡ് എൻ്റർ ചെയ്തു. ഓക്കെ, പ്രോംപ്റ്റ് റെഡി. സോ ഇനി നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് ആ ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. ആ ടേബിൾ ക്രിയേറ്റ് ചെയ്യണ്ടേ. ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ ഇതിനൊരു എളുപ്പ വഴി നമുക്ക് ആദ്യം എഡിറ്ററിൽ ടൈപ്പ് ചെയ്ത് വെക്കാം. കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് നമ്മൾ എഡിറ്ററിൽ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ടൈപ്പ് ചെയ്ത് വെച്ചത് കോപ്പി ചെയ്യാം. ഇതെവിടെ ഇട്ട് ക്രിയേറ്റ് ടേബിൾ ബിൽസ് കൺസ്യൂമർ നമ്പർ ഇൻഡ് പ്രൈമറി കീ യൂണിറ്റ് ഇൻഡ് എമൗണ്ട് ഫ്ലോട്ട്. ഇപ്പൊ ബിൽസ് എന്ന് പറഞ്ഞ ടേബിളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് കൺസ്യൂമർ നമ്പർ ഉണ്ടായിരിക്കും, അതുപോലെ യൂണിറ്റ് ഉണ്ടായിരിക്കും, എമൗണ്ട്, 3 കണ്ടന്റുകൾ. നമുക്ക് അതൊന്ന് കോപ്പി ചെയ്തിട്ട് നമുക്ക് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, സോ ടേബിൾ ക്രിയേറ്റ് കണ്ട. ഇപ്പോൾ ടേബിൾ ക്രിയേറ്റ് ആയി. ഇനി ഈ ടേബിളിലോട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു വാല്യൂസ് ഓരോ കൺസ്യൂമർ നമ്പർ റെഡി ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രൊസീജിയർ ടൈപ്പ് ചെയ്യുന്നത്. നമുക്ക് ആ പ്രൊസീജിയർ ഇതുപോലെ ഒരു എഡിറ്ററിൽ ടൈപ്പ് ചെയ്ത് വെക്കാം. എന്നിട്ട് അവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്താൽ മതി. കാരണം ഇത് ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക്, ചെറിയൊരു എറർ വന്നു കഴിഞ്ഞാൽ ഇത് രണ്ടാമത് കംപ്ലീറ്റ് ടൈപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് എഡിറ്ററിൽ ടൈപ്പ് ചെയ്തിട്ട് അതിലൊരു ആ എറർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്തതിനു ശേഷം ജസ്റ്റ് കോപ്പി കൊണ്ട് അവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, ഈ കോഡ് നോക്കാം. ക്രിയേറ്റ് ഓർ റീപ്ലേസ് ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു, പ്രൊസീജിയർ ക്രിയേറ്റ് ചെയ്തു. ELE ബിൽ, ഇലക്ട്രിസിറ്റി ബിൽ. ഓക്കെ, ഇൻഡ് 2 വേരിയബിൾ ആണ് കണ്ടന്റ് നമുക്ക് ആക്സസ് ചെയ്യുന്നത്, ആർഗ്യുമെന്റ് പാസ് ചെയ്യുന്നത്. റിട്ടേൺ വോയിഡ്, നത്തിങ്, ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല. കണ്ടന്റ് നോക്കി. ഡിക്ലെയർ കൺസ്യൂമർ നമ്പർ S1. ഫസ്റ്റ് റീഡ് ചെയ്യുന്ന കണ്ടന്റ് ആണ് കൺസ്യൂമർ നമ്പർ $1 ഫസ്റ്റത്തെ ആർഗ്യുമെന്റ്. സെക്കൻഡ് ആർഗ്യുമെന്റ് കൊടുത്തിട്ടുള്ളത് യൂണിറ്റ്. അപ്പൊ കൺസ്യൂമർ നമ്പറും യൂണിറ്റും നമ്മൾ എൻ്റർ ചെയ്യുന്നു. ദെൻ എമൗണ്ട് എന്നുള്ളൊരു ഫ്ലോട്ട് ആക്കി സെറ്റ് ചെയ്യുന്നുണ്ട്. അത് റീഡ് ചെയ്യുന്നില്ല, അത് കാൽക്കുലേറ്റ് ചെയ്യണം. സോ ബിഗിൻ എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. എമൗണ്ട് ഈസ് ഈക്വൽ ടു യൂണിറ്റ് ഇൻറ്റു 6.40. ഇത് റുപ്പീസ് ആണ്. 6 രൂപയും 40 പൈസയും ഒരു യൂണിറ്റിന്. അത് കോമൺ ആക്കി സെറ്റ് ചെയ്ത് കൊടുത്തേക്കാണ്. അലിയാസ് ഒന്നും കൊടുത്തിട്ടില്ല. കറക്റ്റ് ആയിട്ട് സെപ്പറേറ്റ് അലിയാസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ കാറ്റഗറി വെച്ചിട്ട് ചെയ്യേണ്ടി വരും. നമുക്ക് ഇവിടെ സിംഗിൾ ഒരു എമൗണ്ട് കൊടുത്തിട്ടാണ്. ഈ ഒരു എമൗണ്ട് മൾട്ടിപ്ലൈഡ് യൂണിറ്റ്സ്, ആ എമൗണ്ട് ഇവിടെ ആഡ് ചെയ്ത് വരും. ദെൻ ഈ എമൗണ്ട് ഇവിടെ എമൗണ്ടിൽ വാല്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ റീഡ് ചെയ്ത വാല്യൂ ഫസ്റ്റ് കൺസ്യൂമർ നമ്പർ ഉണ്ടായിരിക്കും, സെക്കൻഡ് എത്ര യൂണിറ്റ് ആയിരുന്നുള്ളത്. അപ്പോൾ ആ യൂണിറ്റ് ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്യും, എന്നിട്ട് എമൗണ്ടിൽ സ്റ്റോർ ചെയ്യും. ശേഷം എന്ത് ചെയ്യും, ഇൻസെർട്ട് ഇൻറ്റു ബിൽസ്. ആ ബിൽ എന്ന് പറഞ്ഞ ഈ ഒരു ടേബിളിലെ ആ ടേബിളിലോട്ട് ഡാറ്റ എൻ്റർ ചെയ്യും, ഇൻസെർട്ട് ചെയ്യും. വാല്യൂസ് കൺസ്യൂമർ നമ്പർ, ഇവിടെ എൻ്റർ ചെയ്ത കൺസ്യൂമർ നമ്പർ ഏതാണോ ആ കൺസ്യൂമർ നമ്പർ എൻ്റർ ചെയ്യും. ഇവിടെ കിട്ടിയിട്ടുണ്ടാവും ഈ കൺസ്യൂമർ നമ്പർ ഫസ്റ്റ് റീഡ് ചെയ്തത്. ദെൻ യൂണിറ്റ്, ഇവിടെ രണ്ടാമത് റീഡ് ചെയ്ത ആ യൂണിറ്റ് അവിടെ ഈ ഡാറ്റയിലോട്ട് ഇൻസെർട്ട് ആവും. ദെൻ എമൗണ്ട് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യും. ആ കാൽക്കുലേറ്റ് ചെയ്ത എമൗണ്ട് ഇൻസെർട്ട് ആവും. അങ്ങനെ ഓരോ തവണ നമുക്ക് ഇത് കോൾ ചെയ്യുമ്പോഴും അത്രയും വാല്യൂസ് ഓട്ടോമാറ്റിക് ഇൻസെർട്ട് ആയി വരും. ദെൻ നെക്സ്റ്റ് അത് എന്ത് ചെയ്യണം, നമുക്ക് ജസ്റ്റ് പ്രിന്റ് ചെയ്യിപ്പിച്ച് നോക്കിയാൽ ടേബിളിൽ ഡാറ്റ ഉണ്ടായിരിക്കും. ജസ്റ്റ് പ്രിന്റ് ചെയ്താൽ ഔട്ട്പുട്ട് കാണാവുന്നതാണ്. നോക്കാം, ഇത് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം. നമുക്ക് എഡിറ്ററിൽ പേസ്റ്റ് ചെയ്യാം. ഇതാ ഇവിടെ പ്രോംപ്റ്റിൽ പേസ്റ്റ് ചെയ്തു. കണ്ടോ, ഫംഗ്ഷൻ ക്രിയേഷൻ. ഇവിടെ ഈ ബില്ല് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ആയി. ഇലക്ട്രിസിറ്റി ബിൽ എന്ന ഫംഗ്ഷൻ ഇവിടെ ക്രിയേറ്റ് ആയി. എന്തെങ്കിലും മിസ്റ്റേക്ക് ഇവിടെ ഉണ്ടെങ്കിൽ ഇത് ഫംഗ്ഷൻ ഇവിടെ ക്രിയേറ്റ് ആവില്ല. ഓക്കെ, ദെൻ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം, റൺ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാം. ഇങ്ങനെ സെലക്ട് ELE ബിൽ, ഇലക്ട്രിസിറ്റി ബിൽ, ELE ബിൽ. ദെൻ ബ്രാക്കറ്റിനകത്ത് നമുക്ക് വാല്യൂസ് കൊടുക്കാം. ഏതൊക്കെയാ, ഫസ്റ്റ് കൺസ്യൂമർ നമ്പർ 123 123 കൺസ്യൂമർ നമ്പറും 216 216 യൂണിറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രിസിറ്റി ബില്ല് ഓക്കെ ആണ്. അതിന്റെ കണ്ടന്റ് ഒരു റോ ആഡ് ചെയ്തു, ഇൻസെർട്ട് ഇൻറ്റു 1 റോ. നമുക്ക് വേറൊരു എൻ്റർ ചെയ്ത് കൊടുക്കാം. 124 കൺസ്യൂമർ നമ്പർ, ദെൻ 248 വേറൊന്ന്. ഓക്കെ, ദെൻ തേർഡ് 125 388. ദെൻ the last one ഒന്നുകൂടെ എൻ്റർ ചെയ്ത് കൊടുക്കാം, 126 311. ഓക്കെ, ദെൻ എൻ്റർ ചെയ്തു.
ഓക്കെ, ഇപ്പൊ നമ്മൾ 4 വാല്യൂസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇതൊന്ന് പ്രിന്റ് ചെയ്യിപ്പിച്ച് നോക്കാം. ഇത് ടേബിളിൽ ആഡ് ചെയ്തിട്ടുണ്ടാവല്ലോ. സെലക്ട് സ്റ്റാർ ഫ്രം ബിൽ. ഓക്കെ, കണ്ട കൺസ്യൂമർ നമ്പർ, യൂണിറ്റ്, ദെൻ അതിന്റെ എമൗണ്ട്. കറക്റ്റ് ആയിട്ട് ഇവിടെ യൂണിറ്റ് എമൗണ്ട് ഫ്ലോട്ടിലാണ് വന്നിട്ടുള്ളത്, കണ്ടില്ലേ? ഇതുപോലെ വന്നിട്ടുണ്ട്. ക്ലിയർ ആയില്ലേ? സോ നെക്സ്റ്റ് പ്രോഗ്രാമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.